കഴിഞ്ഞ ദിവസം ഡോക്ടർ ഡെറിക് ഏഞ്ചൽസ് എഴുതിയ ഒരു അനുഭവക്കുറിപ്പ് വായിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായി. അദ്ദേഹം ബോംബെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഓഫീസിലോട്ട് പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയെ കുറിച്ചിട്ടുള്ള ഒരു അനുഭവക്കുറിപ്പാണ് അതിൽ പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെയാണ്: എയർപോർട്ടിൽ ഇറങ്ങി ഒരു ക്യാബ് എടുത്തിട്ട് ഓഫീസിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഒരുപാട് ട്രാഫിക് സിഗ്നലുകളുണ്ട്, ഒരുപാട് ജംഗ്ഷനുകൾ, ബോംബെ നഗരത്തിന്റെ റഷ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകെ എല്ലാവരും അവരുടെ കാര്യങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ ഒരു ട്രാഫിക് ജംഗ്ഷനിലെത്തി, റെഡ് കത്തിയത് കൊണ്ട് തന്നെ കാർ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. എല്ലാ കാറുകളും അങ്ങനെ പാക്കിലുണ്ട്. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം പുറത്തോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു കുട്ടിയെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു ജംഗ്ഷനിലൊക്കെ ഭിക്ഷയാഴ്ച നടക്കുന്ന ആ ഒരു ഗ്രൂപ്പിൽ പെടുന്ന ഒരു കുട്ടിയാണെന്നാണ് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നത്. അങ്ങനെ കുട്ടിയുടെ കയ്യിൽ ഒരു ബ്രെഡിന്റെ നമ്മുടെ ഒരു ബണ്ണ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ബ്രെഡിന്റെ ഒരു സ്നാക്ക് കയ്യിലുണ്ട്. അങ്ങനെ കുട്ടി അത് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പൊ ജംഗ്ഷനിൽ വേറെ പണിയൊന്നും ഇല്ല, ആ ജംഗ്ഷനിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇദ്ദേഹം. അങ്ങനെ കുട്ടി കഴിക്കുന്ന നേരത്ത് ഒരു പട്ടി നടന്നിട്ട് ആ കുട്ടിയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ ആ പട്ടി ഇങ്ങനെ ഈ ഭക്ഷണത്തിന് എന്നോണം ആ കുട്ടിയെ നോക്കിയിട്ട് ഇങ്ങനെ വാലാട്ടി നിൽക്കുകയാണ്. അപ്പൊ ഈ കുട്ടി ചെയ്യുന്നത് എന്താ വെച്ചാൽ, അവന്റെ കയ്യിലുള്ള ആ ഒരു ബ്രെഡിന്റെ കഷ്ണത്തിൽ നിന്ന് വേറെ ചെറിയൊരു പീസ് എടുത്തിട്ട് ഈ പട്ടിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഈ പട്ടി ജസ്റ്റ് ആ ഒരു പീസ് കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്തിട്ട് എന്തോ ആ സ്മെല്ല് ഇഷ്ടപ്പെടാതെ അതൊന്നും കഴിക്കാൻ നിൽക്കാതെ ആ പട്ടി തിരിച്ച് നടന്നു പോവാണ്. ഈ പട്ടി ഇങ്ങനെ തിരിച്ച് നടന്നു പോകുന്നത് ഈ കുട്ടി നോക്കി നിൽക്കുന്നുണ്ട്. അതിങ്ങനെ പോയിട്ട് അവസാനം ആ ഒരു കണ്ണിന്റെ ആ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് മറയുന്നത് വരെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ പട്ടി പോയി എന്ന് ഉറപ്പായതിനു ശേഷം ഈ ഇട്ട് കൊടുത്ത അതേ പീസ് ഈ കുട്ടി എടുത്തിട്ട് ജസ്റ്റ് അതിലുള്ള മണ്ണൊക്കെ തട്ടി കളഞ്ഞിട്ട് അത് കഴിക്കുകയാണ്. അപ്പൊ ഇത് കാണുമ്പോൾ ഇദ്ദേഹത്തിനൊരു വല്ലാത്ത എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ. ഇദ്ദേഹത്തിന് അത് ഇറങ്ങിപ്പോയിട്ട്, കാറിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആ കുട്ടിയെ എങ്ങനെയെങ്കിലൊക്കെ സഹായിക്കണം എന്നൊക്കെ ഉണ്ട്. അതായത് എന്തെങ്കിലും എക്സ്ട്രാ ഫുഡ് വാങ്ങി കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കണം എന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഗ്രീൻ സിഗ്നൽ വന്നു, അങ്ങനെ കാർ എടുത്ത് പോവാണ്. അദ്ദേഹം ഓഫീസിലെത്തി. അന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് എന്തോ അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഇമേജ്, അതായത് ഈ കുട്ടിയുടെയും ആ പട്ടിയുടെയും അതുപോലെ തന്നെ അവിടെ നടന്ന കാര്യങ്ങളുടെയൊക്കെ ഒരു ഇമേജ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്തോ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു പോയിന്റിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞ കാര്യം, ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ, ഒന്നെങ്കിൽ ആ ഒരു കാർ സൈഡാക്കിയിട്ട് കുറച്ച് ഭക്ഷണം വാങ്ങി കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ, അറ്റ്ലീസ്റ്റ് ആ കുട്ടിയോട് സംസാരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപാട് നേരമായിട്ട് ആലോചിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് നേരമായിട്ട് അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു രക്ഷ കിട്ടുമായിരുന്നു അല്ലെ, ജസ്റ്റ് അവിടെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. പക്ഷെ എന്തുകൊണ്ടോ നമ്മളെല്ലാവരും ആ തിരക്കുകളുടെ ഓട്ടത്തിൽ അദ്ദേഹം വളരെ നിസ്സഹനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അപ്പൊ അദ്ദേഹത്തിന് അതിൽ നിന്ന് മനസ്സിലായ 2-3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ തിരക്കിനിടയിൽ നമ്മൾ പിന്നീട് ചെയ്യാമെന്നോ അല്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തപ്പെടുന്ന പല കാര്യങ്ങളും പിന്നീട് നമ്മുടെ സന്തോഷം നശിപ്പിക്കുന്നതിലോട്ട്, അല്ലെങ്കിൽ നമ്മളൊന്ന് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ വളരെ ഹാപ്പി ആകുമായിരുന്ന ഒരു കാര്യം നഷ്ടപ്പെടുത്തിയല്ലോ എന്നൊരു സിറ്റുവേഷനിലോട്ട് നമ്മൾ എത്തിപ്പെടാം എന്നുള്ളതായിരുന്നു അദ്ദേഹം ആദ്യം മനസ്സിലാക്കിയ കാര്യം. രണ്ടാമത്തത്, വളരെ പാവപ്പെട്ട ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കഴിക്കാൻ വേറെ ഭക്ഷണമൊന്നും ഇല്ലാതെ നിൽക്കുന്ന സിറ്റുവേഷനിലും മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഒരു ബ്രെഡിന്റെ ഒരു പീസ് എടുത്തിട്ട് ആ നായക്ക് ഇട്ട് കൊടുക്കാനുണ്ട് കാണിച്ച ആ ഒരു മനസ്സ്, നമ്മുടെയൊക്കെ ഹാപ്പിനെസ്സിൽ അല്ലെങ്കിൽ നമുക്ക് ഉള്ള റിസോഴ്സിൽ നിന്ന്, നമുക്കുള്ള ഭക്ഷണത്തിൽ നിന്ന് നമ്മളൊരു ഷെയർ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ്സിന്റെ ഒരു ഷെയർ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരും കൂടി ഹാപ്പി ആകുകയാണ് എന്നുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിനെയും കൂടെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്. ഇങ്ങനെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ തിരിച്ചറിവുകൾ ഒരുപാടായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ ഒരു അനുഭവക്കുറിപ്പ് എഴുതി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്കുണ്ടായിട്ടുള്ള ഈ ഒരു അനുഭവം നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വീണ്ടും എന്നെ അലട്ടും. ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ നിങ്ങളോട് അറിയിച്ചിട്ടില്ലെങ്കിൽ അത് ഇനിയും എൻ്റെ ഹാപ്പിനെസ് നഷ്ടപ്പെടാൻ കാരണമാവും. അതുകൊണ്ടാണ് ഞാനിത് എഴുതുന്നത് എന്നാണ് അദ്ദേഹം അതിൻ്റെ അവസാനത്തിൽ കുറിക്കുന്നത്. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്യുക. പിന്നീട് അതിനെക്കുറിച്ച് റിഗ്രറ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ അതിനെ കംപ്ലീറ്റ് ചെയ്യുക. നമ്മുടെ ഹാപ്പിനെസിന്റെ ഒരു പാർട്ട് വേറൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റായുള്ള രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മളെ കൂടുതൽ ഹാപ്പി ആക്കും. നമ്മുടെ ടൈം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ കൂടുതൽ എഫക്റ്റീവ് ആക്കും. ഓക്കെ, താങ്ക് യു.